ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന അവാർഡ് ഫിലിം അവാർഡ് 2024 അവാർഡ് ഇന്ന് നവംബർ 3 വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാം, ഏത് വിദ്വേഷിക്കും, ഏത് ഇഷ്ടക്കാരനും, ഏത് സാധാരണക്കാരനും, ഏത് ടൈപ്പിലുള്ള വ്യക്തിക്കും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അറിയാവുന്നതാണ്. ഇതിന് ഏറെ അർഹൻ, അല്ലെങ്കിൽ ഈ കൊല്ലത്തെ അവാർഡ് നേടാൻ ഏറെ അർഹൻ അത് മമ്മൂട്ടി തന്നെയാണ്. വേറെ എത്രത്തോളം സിനിമകൾ ഇതിനകത്തിൽ നിരത്തിയാലും അതൊക്കെ ബാക്കിയുള്ളവരുടെ മോഹങ്ങളോ അല്ലെങ്കിൽ മമ്മൂട്ടിയോടുള്ള വിരോധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നലുകൾ മാത്രമാണ്. ചില മമ്മൂട്ടി ആരാധകർക്കോ ഇഷ്ടക്കാർക്കോ തോന്നിയിട്ടുണ്ടാകാം, അത് മറ്റാർക്കെങ്കിലും കൊടുത്താലോ മമ്മൂട്ടിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഇത്രയും അവാർഡുകൾ കിട്ടിയില്ലേ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കിട്ടിയില്ലേ. പക്ഷേ അർഹതപ്പെടുന്ന കൈകൾ ഏത് എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും മമ്മൂട്ടിയുടെ തന്നെയാണ്. അടുത്ത വർഷം അവാർഡ് വരുമ്പോഴും അവിടെയും ഒരു സൈഡിൽ മമ്മൂട്ടി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അന്നേരം ആരും വന്ന് പറയരുത് ഇയാൾക്ക് കൊടുക്കുക അയാൾക്ക് കൊടുക്കുക എന്നുള്ള കാര്യം. അഭിനയത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത് മമ്മൂട്ടിക്ക് തന്നെയാണ് ലഭിക്കാനുള്ളത്. ഒരു യാദൃശ്ചികമായി നടന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വേറെ ഒന്നുമല്ല, നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് 1981 ഇതേ ദിനത്തിലാണ് മമ്മൂട്ടിക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. അഹിംസ എന്ന ചിത്രത്തിൽ സെക്കൻഡ് ബെസ്റ്റ് ആക്ടറായിട്ട് മമ്മൂട്ടിക്ക് ആദ്യമായി സംസ്ഥാന അവാർഡുകൾ കിട്ടുന്നു. ഒരു നിമിത്തം പോലെ ആയിരിക്കാം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മമ്മൂട്ടിക്ക് അതേപോലെ ഒരു അവാർഡ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് 3 മണിക്ക് അങ്ങനെ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ചാൽ അത് യാദൃശ്ചികം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നീട് നമ്മൾ കണ്ടു 81 അഹിംസയിലും 84 അടിയൊഴുക്കുകളിലൂടെ ബെസ്റ്റ് ആക്ടറായി ആദ്യമായി ബെസ്റ്റ് ആക്ടർ കിട്ടുമ്പോൾ, പിന്നീട് 85 യാത്ര നിറക്കൂട്ടിലൂടെ സ്പെഷ്യൽ ജൂറി അവാർഡ് വരുമ്പോൾ, 89 93 2004 2009 മികച്ച നടനുള്ള അവാർഡുകൾ ഒരു വടക്കൻ വീരഗാഥയും വിധേയനും കാഴ്ചയും പലേരി മാണിക്യത്തിലൂടെയും നേടുന്നു. പിന്നെയും 2022 നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ വീണ്ടും സംസ്ഥാന അവാർഡിൽ ബെസ്റ്റ് നടനായി മാറുമ്പോൾ, 2023 ബെസ്റ്റ് ഫിലിമിനുള്ള പ്രൊഡ്യൂസർക്കുള്ള അവാർഡും കാതൽ ദ കോറിലൂടെ മമ്മൂട്ടി നേടുന്നു. ഒരു നടനെന്ന നിലയിൽ ബാക്കിയുള്ള അവാർഡുകളെ ഒന്നും തന്നെ നമ്മൾ ഗവനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ട്, പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നടനായിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും മികച്ച നടനായി മമ്മൂട്ടി വരുമെന്നുള്ള ഉറപ്പ് തന്നെയാണ്. സാധാരണ ഏത് പ്രേക്ഷകൻ്റെ മനസ്സിലും ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്, ബ്രഹ്മയുഗത്തിലെ ചാത്തനെ അല്ലെങ്കിൽ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെ പകരം വെക്കാൻ വേറെ ഒരു കഥാപാത്രവുമില്ല. മറ്റേതെങ്കിലും ഒരു നടനായിരുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മലയാളം മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിപ്ലവം സൃഷ്ടിച്ചതിനെയും വേറെ ആരെങ്കിലും വേറൊരാളെക്കുറിച്ച് അഭിനയത്തിന് അവാർഡ് കൊടുക്കുന്നുവെന്ന് ചിന്തിച്ചാൽ പോലും അത് തന്നെയാണ് മമ്മൂട്ടിക്കുള്ള കുറവും. മമ്മൂട്ടി ഏറ്റവും മികച്ച നടനായി മലയാളത്തിൽ അരങ്ങ് വാഴുമ്പോഴും ഒരു സൈഡിൽ അത് അംഗീകരിക്കാനോ അതിനെ മനസ്സോടെ കാണാനോ ആരും തുനിയുന്നില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ പോലും പ്രത്യേകിച്ച് ഒരു കഴിവുകെട്ട സ്ഥിതിയിൽ തന്നെയാണ് കാണിക്കാറുള്ളതും. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മമ്മൂട്ടിയെ വെല്ലാൻ മലയാള സിനിമയിൽ വേറെ ഒരു നടനും അഭിനയത്തിൽ ഈ ഒരു കാലഘട്ടത്തിലില്ല എന്നുള്ളതാണ്. എന്താണ്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മമ്മൂട്ടി ചെയ്ത് ഫലിപ്പിച്ച കഥാപാത്രങ്ങളുടെ മുകളിൽ ഒരു നടനും ഇതുവരെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പ്രകടനവും. അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇക്കുറിയും മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും സംസ്ഥാന അവാർഡ് ലഭിക്കാൻ ഏറെ അർഹൻ എന്നുള്ളത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാം അത് അദ്ദേഹത്തിന് തന്നെയാണോ എന്നുള്ള കാര്യങ്ങളും. എന്താണെങ്കിലും മമ്മൂട്ടിയുടെ കാര്യങ്ങൾ മാത്രം വരുമ്പോൾ അവിടെ തിരിമറികളും വലിച്ചു നീട്ടലുകളും ഒക്കെ വരാനുള്ള കാഴ്ചകൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ പലവട്ടവും കണ്ടിട്ടുള്ളതാണ്. അർഹിക്കപ്പെട്ട അവാർഡ് കൊടുക്കാൻ ഒരുപാട് താമസം നമ്മൾ കാണുന്നു. നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീൻ മീഡിയാസ്.